മോളിരിക്കട. ബിസ്ക്കറ്റ് ഇഷ്ടമായോ? നല്ലതല്ലേ ബിസ്ക്കറ്റ്? മോന് ഇഷ്ടമായോ അച്ഛമ്മ കൊണ്ടുവന്ന ബിസ്ക്കറ്റ്? ഒത്തിരി കളിപ്പാട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മീനിനും കൊടുക്കണ്ടേ? മീനിനും ആരെ കൊടുക്കാം? മീനിനും കൊടുക്കണം കേട്ടോ. നാളെ നമുക്ക് അമ്മായിൻ്റെ അടുത്ത് പോയിട്ട് മീനിനും കളിപ്പാട്ടമൊക്കെ കൊടുത്തിട്ട് മീനിനെ കൂട്ടിയിട്ട് വരണം. പിന്നെ അമ്മായി കൂട്ടിയിട്ട് വരണം. നാളെ പോകണോടാ, നാളെ അവളുടെ അടുത്ത് പോകണം. അത് തന്നെ വർത്താനോടാ. അതിൽ എത്ര നാളും അവളെ ഇങ്ങോട്ട് വരുവാണോ ചെയ്തോണ്ടിരുന്നത്? നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വരുമല്ലേ ഇത്? ചുമ്മാതല്ല അവള് പറയുന്നത്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞോട്ട് ചേട്ടൻ്റെ സ്വഭാവമൊക്കെ മാറി. ചേട്ടത്തിയമ്മ പാവാ, എന്നെ ദിവസവും വിളിക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മ ഇല്ലാത്തൊരു കുറവ് ഏട്ടത്തിയമ്മ അറിയിക്കാറില്ല. പക്ഷേ ഏട്ടൻ എന്നെ വിളിക്കാറില്ല. ഞാൻ വിളിച്ചാൽ പോലും ഏട്ടൻ സംസാരിക്കാറില്ല എന്നൊക്കെ പറയും. ഞാൻ പിന്നെ അവളെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കും. അവൾക്ക് ആരാടാ ഉള്ളത്? നമ്മളല്ലേ ഉള്ളൂ. എന്ത് നീ എന്ന് പോലെടാ ഇങ്ങനെയൊക്കെ ആയേ? എൻ്റെ മോൻ വരണ്ട, നമുക്ക് പോവാട്ടോ. ഞങ്ങൾ രാവിലെ നേരത്തെ പോവും. മോൻ വരണ്ട. ഞങ്ങൾ പൊക്കോളാം. അത്ര ഒരു നിർബന്ധമില്ല ഞങ്ങൾക്ക് ഉള്ള സന്തോഷം കൂടെ കളയാനായിട്ട്. എൻ്റെ മോളെ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട. നാളെ നമുക്ക് നേരത്തെ പോവാം. നേരത്തെ പോയിട്ട് ലഞ്ചിന് അവളുടെ അടുത്ത് പോയിട്ട് അവിടെ കൂട്ടിയിട്ട് പോരാം. പിന്നെ നാളെ തന്നെ വരും. എനിക്കൊന്ന് ഉറങ്ങണോടാ, മടുത്തു ഞാൻ. ഉറക്കം കൊതിയാവുക ഉറങ്ങാൻ. ഒന്നും പറയണ്ട. ചായ കുടിച്ചിട്ട് വേണം വേഗം ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ. നാളെ അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വേണം ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ. പിന്നെ അവൾ കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ. 2 വർഷമായില്ലടാ എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട്. അവളൊരു 10 ദിവസം കൂടെ നിൽക്കട്ടെ. അതിനിപ്പോൾ എന്താ? അമ്മ ഇനി എന്നാ തിരിച്ചു പോകണമെന്നോ? അതെന്നെ ചോദ്യമാടാ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറി ഒരു ചായ കുടിച്ച സമയമല്ലേ ആയുള്ളൂ. അതിനുള്ള അമ്മ പോകുന്നതിനെ പറ്റി ആയോ എൻ്റെ ചിന്ത? അമ്മ വന്നത് നിനക്ക് എത്ര വലിയ ഭാരമായിപ്പോയോ? ഞാൻ ഓർത്ത് ഞങ്ങൾ വരുന്നതൊക്കെ പറയുമ്പോഴേക്കും, ഈ പ്രവാസികളായ ആൾക്കാരൊക്കെ വരുന്നു പറയുമ്പോഴേക്കേ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമെന്ന്. വരുന്നെന്ന് പറയുമ്പോൾ സന്തോഷമുള്ളൂ അല്ലേ? പിന്നെ എപ്പോഴാണ് പോകുന്നതെന്നാണ് അറിയേണ്ടത്. കൊള്ളാം. ഞാൻ നിന്നോടൊരു സർപ്രൈസ് പറയണമെന്ന് വിചാരിച്ച കാര്യം പറയാമെന്ന് വിചാരിച്ചു. സർപ്രൈസായിട്ട് നീ പിന്നെ സർപ്രൈസ് അങ്ങ് പെട്ടെന്ന് തന്നെ പൊളിച്ചു. ഞാൻ ഇനി പോകുന്നില്ലടാ, വയ്യടാ, എനിക്ക് മടുത്തു. ഞാൻ എത്ര വർഷമായി? 10-20 വർഷമായില്ലേ അവിടെ പോയി കിടക്കണം. വയ്യ, ദേഹം കൊണ്ടും വയ്യ, മനസ്സുകൊണ്ടും വയ്യ. മനസ്സും മടുത്തടാ. സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ട് 20 വർഷമായി. ഒരാഘോഷങ്ങളില്ല, ഒന്നുമില്ല. എന്ത് അമ്മ പോവാതിരുന്ന ഇവിടുത്തെ കടങ്ങളൊക്കെ? എന്ത് കട മനയുള്ളത്? അമ്മ വരുത്തി വെച്ച വല്ല കടമുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. എൻ്റെ മോളെ കെട്ടിച്ച വകയിൽ നിനക്ക് 10 പൈസ കടവും ഇല്ല, കടമേ ഇല്ല. നീ 10 പൈസ തന്നിട്ടില്ല. പിന്നെ ഈ വീട് മേടിച്ച വകയിൽ ഇന്ന് വരെ നീ 10 പൈസ തന്നിട്ടില്ല. ഇതിലൊരു കുറച്ച് കടമുണ്ട്, അത് നമ്മുടെ ധനമല്ലേ? അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത്? കടം തീരുന്നത് വരെ ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെടണമെന്നാണോ? നീ എൻ്റെ മോൻ പോകട്ടോ. എനിക്ക് വയ്യ, ഞാൻ മടുത്തു. അയ്യോ ഇല്ല മോളെ, വഴക്കൊന്നുമല്ല, നീ അങ്ങനെ വിചാരിക്കണ്ട. ഇത് വഴക്കാണോ? അമ്മ കാര്യം പറയല്ലേ, അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയല്ലേ. എടാ നീയൊക്കെ എന്താ വിചാരിച്ചേ? ഓരോ പ്രവാസികൾ ഒരുപാട് കഷ്ടപ്പെടുന്നു, അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ പൈസ ഇങ്ങോട്ട് അയച്ചു തന്ന് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുമ്പോൾ അതിനെറ്റി 100 ഇരട്ടി അവരും അവിടെ സന്തോഷിക്കുമെന്നാണോ വിചാരിച്ചേ? ഞങ്ങളൊക്കെ എന്താ കഴിക്കണമെന്ന് നിനക്കറിയോ? നിങ്ങളൊക്കെ ഇവിടെ ഇറച്ചിയും മീനും കൊണ്ട് പകുതി തിന്നിട്ട് കൊണ്ട് വേസ്റ്റിൽ കൊണ്ട് കൊട്ടുന്ന സമയത്ത് ഞങ്ങളവിടെ കുബൂസും പരിപ്പും അവർ ആ നാട്ടുകാർ തരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണത്തിൻ്റെ ബാക്കിയും അതൊക്കെ കഴിച്ചുകൊണ്ട് ഓരോ പ്രവാസികളും കഴിഞ്ഞു കൂടുന്നത് ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ, ഒരു സന്തോഷങ്ങളും ഇല്ല, ആഘോഷങ്ങളും ഇല്ലാതെ. ഇനി ഇതിൻ്റെ കടമൊക്കെ വിട്ട് എൻ്റെ മോനൊന്ന് പോ. എൻ്റെ മോൻ പ്രവാസത്തിലേക്കൊന്ന് പോകും. അപ്പോൾ ആ പ്രവാസത്തിൻ്റെ സന്തോഷം സുഖമൊക്കെ എൻ്റെ മോനും അനുഭവിക്കണ്ടേ?
എടാ നീ എന്നെ നോക്കൊന്നും വേണ്ട, എനിക്കറിയാം ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഏട്ടൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ വീട് എൻ്റെ പേര് മേടിക്കാൻ ഏട്ടൻ പറഞ്ഞില്ല, നിന്റെ കൈ നിന്റെ തലയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞു. ഈ വീട് ഞാൻ മേടിച്ചു എൻ്റെ പേരിൽ. അന്ന് നീ എന്നോട് ഒരുപാട് പറഞ്ഞു എൻ്റെ പേരിൽ മേടിക്കാൻ വന്നു, ഞാൻ ചെയ്തില്ല. അത് എൻ്റെ പേരിൽ തന്നെ കിടന്നോട്ടെ മോനെ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു പ്രവാസ പെൻഷനുണ്ട്, അതിലൊരു 5000 രൂപ കിട്ടും. പിന്നെ ഞാനൊരു KSF ചിട്ടിയിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ ചേർത്ത് വെച്ചിട്ടുണ്ട്, അതിലും കിട്ടും. അതുകൊണ്ട് ബാങ്കിലിട്ടാലും കുറച്ച് പൈസ എനിക്ക് കിട്ടും. എനിക്കതൊക്കെ മതിയിട്ടാ ജീവിക്കാൻ. പിന്നെ ഇത്രയും വലിയൊരു വീടില്ലേ. നിനക്ക് ഇവിടെ താമസിക്കാം, നാളെ മുതൽ ഒരു 10 പൈസ എന്നോട് ചോദിക്കരുത്. പിന്നെ നിൻ്റെ മക്കളെയും കുഞ്ഞിനെയും വിളിച്ച് ഭാര്യയും വിളിച്ച് നിനക്ക് വേണേൽ പുറത്തും പോവാം. ഇറങ്ങിപ്പോടാ എന്ന് ഞാൻ പറയത്തില്ല, കാരണം ഏതൊരു മാതാപിതാക്കളും അങ്ങനെ പറയത്തില്ല. ചില മക്കളും പറയത്തില്ല, ഏതൊരു മാതാപിതാക്കളും പറയത്തില്ല. നിനക്കിഷ്ടമുണ്ട് ഇവിടെ താമസിക്കാം, നീ ഇവിടെ താമസിക്കും മോനെ, അയ്യോ മോനെ പോവല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരയത്തുമില്ല. മറ്റുള്ള പേരൻസിനെ പോലെ മറ്റുള്ള അമ്മമാരെ പോലെ ഇരുന്ന് കരയുമൊന്നുമില്ല ഞാൻ. ഇത്ര നാളും ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. നിനക്കറിയാമല്ലോ, 5 വയസ്സിൽ പോയതാണ് നിൻ്റെ അച്ഛൻ. നിന്നെ ഒരു കഷ്ടം ഞാൻ അറിയിച്ചിട്ടില്ല. 2 ഡിഗ്രി നിനക്ക് എടുത്തു തന്നു, വയസ്സ് 25 കഴിഞ്ഞു, ഇന്ന് വരെ നീ ഒരു ജോലിക്ക് പോയിട്ടില്ല അല്ലേ? അപ്പോൾ ഇനി മുതൽ എൻ്റെ മുമ്പ് പോയി പ്രവാസത്തിൻ്റെ കഷ്ടപ്പാടൊക്കെ മോള് വിഷമിക്കാതെ, വഴക്കൊന്നും ഉണ്ടാക്കുമല്ല അമ്മ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞാൽ, അമ്മ ഇപ്പം മിണ്ടാതിരുന്നാൽ അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ആരോട്? നിങ്ങളോട്. ഇവനിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നാളുകളിൽ എന്ത് ചെയ്യും നിങ്ങൾ? ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കുമോ? അപ്പം ഇനി മുതൽ എൻ്റെ മോൻ ഇവിടെ താമസിച്ചില്ലേലും എനിക്ക് കുഴപ്പമില്ല, പകുതി വീടിൻ്റെ ഭാഗം വാടകയ്ക്ക് വിട്ട് അതും കിട്ടും എനിക്ക് എമൗണ്ടായിട്ട്. അപ്പോൾ എൻ്റെ മോൻ എന്ത് ചെയ്യണം? ഇനി മുതൽ പ്രവാസത്തിൻ്റെ സന്തോഷമൊക്കെ ഒന്ന് അനുഭവിച്ചിട്ട് പോവാം. അപ്പം മനസ്സിലാകും ഓരോ പ്രവാസികളുടെയും കഷ്ടപ്പാട് എന്താണെന്ന്. അത് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മകളായിക്കോട്ടെ, മകനായിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, കാമുകിയായിക്കോട്ടെ, ഏതൊരു പ്രവാസിയുടെയും കഷ്ടപ്പാട് അറിയണമെങ്കിൽ പ്രവാസത്തിൻ്റെ കഷ്ടപ്പാട്, ആ തനിമ, അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, അസ്വസ്ഥതകൾ, മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെ നിങ്ങളൊന്ന് അറിയണം കേട്ടോ.